ഇതൊരു ചേച്ചി ഇവിടെ ഒത്തിരി ലേഡീസ് ഉണ്ട് നമ്മുടെ കൂടെ. ഒത്തിരി ചേച്ചിമാർ നമ്മളവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു പുതിയൊരു ട്രെൻഡാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ഒരു സ്ത്രീകളായിട്ടുള്ള നിങ്ങളെ കൂടെയുള്ള ആളുകൾ. ഇവരൊക്കെ പഠിച്ചത് ശേഷമാണോ ഈ ഒരു വർക്കൊക്കെ പഠിച്ചിട്ടാണ് ഇവിടെ വന്നത്, അല്ലെങ്കിൽ ഇവിടെ വന്ന് പഠിച്ച ആൾക്കാർ? F0 ഇന്ന് വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിലാണ് കേട്ടോ. ട്രിവാൻഡ്രം ജില്ലയിൽ തിരുമലയിലാണ് വന്നിട്ടുള്ളത്. അറ്റ്ലസ് കിച്ചൺ ആൻഡ് ഇന്റീരിയേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമുള്ള ഒത്തിരി പ്രോഡക്റ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അലൂമിനിയത്തിൽ ചെയ്യുന്നുണ്ട്, അലൂമിനിയത്തിൽ തന്നെ ഗ്ലാസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമുള്ള എല്ലാ രീതിയിലുള്ള ഇന്റീരിയേഴ്സും ചെയ്യുന്ന ഒരു വലിയ ഒരു കമ്പനിയാണ് ഈ ഒരു അറ്റ്ലസ് കിച്ചൺ ആൻഡ് ഇന്റീരിയേഴ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ അറിയാൻ പോവാണ്. നേരെ കമ്പനിക്കകത്തേക്ക്. അറ്റ്ലസ് കമ്പനിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഷജീർ ഖാനുമില്ല ഞാനിവിടെ. ഷജീർക്ക് ഇപ്പൊ എന്നെ കൂട്ടി വന്നിരിക്കുന്നത് ഒരു 10-14 വർഷത്തിന് മുന്നേ ചെയ്ത ഒരു ഇന്റീരിയർ വർക്ക് അല്ലെ, അറ്റ്ലസിന്റെ ഇന്റീരിയർ വർക്ക് എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ? ഇത് ഫിറോസ് ഭായിക്ക് കണ്ടാൽ തന്നെ അറിയാം. ഞാൻ 14 വർഷം മുമ്പ് ഞങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ട് ചെയ്ത ഒരു അലൂമിനിയം കിച്ചണാണ്. ഫിറോസ് ഭായിന്റെ രീതിയിൽ നോക്കി ഞാനിവിടെ വന്നപ്പോ ഇത് 14 വർഷം പഴക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിൽ ഓരോന്നും നോക്കാം നിങ്ങൾക്ക് കാണാമല്ലോ, നിങ്ങളെ വ്യൂവേഴ്സിന് അറിയാലോ. ഈ ഒരു മെറ്റീരിയൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്നും ഞങ്ങൾ യുണീക്കായി നിൽക്കുന്ന അലൂമിനിയം കിച്ചണായത്. അപ്പൊ ഇതിന്റെ ഇൻസൈഡ് ഇതിപ്പോ എത്ര 14 വർഷം ഇതിന്റെ ഇൻസൈഡിലുള്ള കളേഴ്സിന്റെ വരെ നോക്കിയാൽ മതി. നമ്മുടെ ഷീറ്റ് ACP ഷീറ്റ്, പിന്നെ എക്സ്റ്റീരിയർ വരുന്ന ഈ ഷീറ്റ് HPL എന്ന് പറഞ്ഞ ഷീറ്റാണ്. ഇത് ദുബൈയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ്. ഇതിന്റെ ഫിനിഷിംഗ് നോക്കി ഇപ്പോഴും ആ ഗ്ലൈസിങ്ങിനൊന്നും മാറിയിട്ടില്ല. നല്ലൊരു ഗ്ലൈസിംഗ്, നല്ലൊരു ആ ഫിനിഷ് തന്നെ. പിന്നെ നമ്മൾ എപ്പോഴും ഒരു കിച്ചണിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിങ്കിന്റെ താഴെ നോക്കണം. കണ്ടോ, സിങ്കിന്റെ താഴെ വലിയ ബുദ്ധിമുട്ട് ഒരു പ്രശ്നമില്ല. സിങ്കിന് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് ബോർഡിനൊന്നും ഒരു പ്രശ്നമില്ല. ഏറ്റവും അഴുക്ക് വരുന്നത് സിങ്കിൻ്റെതായ. അപ്പൊ ഇത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അലൂമിനിയം കിച്ചൺ നമ്മൾ മാർക്കറ്റിൽ ഇറക്കുന്നത്. പിന്നെ ഇതൊരു നമുക്കറിയാം അത്ര ഒരു അട്രാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ആണ്. പക്ഷെ ഇതല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അത് നേരത്തെ നിങ്ങൾ ഫാക്ടറിയിൽ നിന്ന് കണ്ടാണ് ഗ്ലാസ് കിച്ചൺ. ആ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഏത് കളേഴ്സിൽ വേണമെങ്കിലും ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്കിപ്പോൾ ഈ കിച്ചൺ അങ്ങനെ നമുക്ക് റീവാം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ജസ്റ്റ് ഈ ഷട്ടേഴ്സ് അങ്ങ് മാറിയാൽ മതി. പഴയതിന് നമുക്ക് റീവാം ചെയ്യാം. അതായത് അറ്റ്ലസ് ചെയ്ത് കൊടുത്ത് ഇതുപോലത്തെ അലൂമിനിയം കിച്ചൺസ് നമുക്ക് ഒരു 10 വർഷം കഴിയുമ്പോൾ അവർക്ക് റീവാം ചെയ്യണമെന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് റീവാം ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ. അപ്പൊ നമുക്ക് ഈ ജസ്റ്റ് ഷട്ടേഴ്സ് അങ്ങ് മാറിയാൽ മതി. ഇതിന് കാര്യമായിട്ട് വർക്കുകൾ ചെയ്തു പോയവർക്ക് ഇപ്പൊ പുതിയ ട്രെൻഡിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീവാം ചെയ്യാം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഒരുപാട് കാണിച്ചതാണ്. നമുക്ക് ഇങ്ങനെ വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പൊ മനസ്സിലായില്ലേ, ഇത് 15 വർഷം ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ ഭാഗത്തും ഇതിന്റെ മാനുഫാക്ചറിംഗിൽ വരുന്ന ഓരോ രീതിയിലും അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് അറിയാനുള്ളത് ഇപ്പൊ എവിടെയൊക്കെ നിങ്ങൾ ഇത് ചെയ്തു കൊടുക്കുന്നത് അറ്റ്ലസ് ഈ ഒരു ഇന്ത്യയിൽ? ഞങ്ങള് ഇപ്പൊ കേരളത്തിൽ നമ്മൾ ത്രൂ ഔട്ട് കേരള നമ്മുടെ സർവീസ് ഉണ്ട്. ത്രൂ ഔട്ട് കേരള നമുക്ക് സൗത്ത് ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് 100% മൗത്ത് റെഫറലാണ് കൂടുതൽ. അപ്പോൾ ഇപ്പൊ നമ്മുടെ ഒരു ക്ലയന്റ് പറയാ എനിക്ക് ബാംഗ്ലൂർ ചെയ്യണം, എൻ്റെ സിസ്റ്റർ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ കസിൻ ഉണ്ട്, അങ്ങനെയൊക്കെ ആകുമ്പോൾ ബാംഗ്ലൂർ ചെയ്യുന്നുണ്ട്, ചെന്നൈയിൽ ചെയ്യാറുണ്ട്, ബോംബെയിൽ പോയി ചെയ്യാറുണ്ട്. പല സിറ്റിയിലും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം അറിയാലോ, ഇവിടെ തന്നെ നമുക്ക് ത്രൂ ഔട്ട് കേരളത്തിൽ തന്നെ നമുക്ക് ഒത്തിരി ക്ലയൻസ് ഉണ്ട്. അറൗണ്ട് 10,000+ പ്രോജക്ട്സ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത്. ഇതിന്റെ ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറയുന്നത് ആഫ്റ്റർ സർവീസ് ആണ്. അതിനെങ്ങനെ എത്രത്തോളം നിങ്ങൾ ആഫ്റ്റർ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലയന്റ് എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അതിന്റെ ഒരു 10% കൂടുതൽ കൊടുക്കാനാണ് ഞങ്ങൾ ഓരോരുത്തരും നോക്കാറ്. പ്രൊഡക്ഷൻ സൈഡായാലും എൻ്റെ ഷോറൂം സൈഡായാലും ഡിസൈൻ സൈഡായാലും എല്ലാ സൈഡിലും ഞങ്ങൾ എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അതിന്റെ 10% കൂടുതൽ. പിന്നെ നമുക്കൊരു ടീമുണ്ട്, അറ്റ്ലസ് ഗാർഡ്. ഈ ടീം ത്രൂ ഔട്ട് ഫീൽഡിലാണുള്ളത്. എപ്പോഴും ഒരു സർവീസ് നമ്മൾ either കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നോ ഇല്ലെങ്കിൽ നമുക്കൊരു ടീമുണ്ട്, എല്ലാ മാസവും ഞങ്ങളെ ക്ലയന്റിനെ വിളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു സർവീസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ നോട്ട് ചെയ്ത് ഇവിടുന്ന് ടീമിനെ അയക്കാറാണ് പതിവ്. ഇനി എനിക്ക് അറിയേണ്ടത് നിങ്ങളൊരു പ്രൈസ് ഉണ്ടല്ലോ, പ്രൈസ് റേഞ്ച് അതെങ്ങനെയാണ് വരുന്നത്? പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ പ്യൂർലി കസ്റ്റമൈസ്ഡ് ആണ്, ഡിസൈൻ അനുസരിച്ചാണ് നമ്മുടെ സ്ക്വയർ ഫീറ്റുകളൊക്കെ വരിക. എന്നിരുന്നാലും ഞാൻ പറയാം 1800+ 3000 4000 വരെയുള്ള റേഞ്ചിനുള്ള മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട്. ആ റേഞ്ചിലുള്ള മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട്. അത് ഓരോ കസ്റ്റമർ എങ്ങനെയാണോ അതിന്റെ ഡിസൈൻസ് പറയുന്നത് അതിനനുസരിച്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. എങ്ങനെ ഡിസൈൻസ് പറയുന്നത് അങ്ങനെ മാറ്റം. ഇപ്പൊ ഇത് നമ്മൾ അലൂമിനിയം മാത്രം കാണിക്കുന്നത്, നമ്മൾ ബാക്കി എല്ലാ ഇന്റീരിയേഴ്സും ചെയ്യുന്നുണ്ട്. അതായത് ബാക്കിയുള്ള മെറ്റീരിയൽസ് മറൈൻ പ്ലൈ ആയാലും ഇന്റീരിയർ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഫിറോസ് ഭായി ഇപ്പോൾ നമുക്ക്
ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ ഷോറൂംസ് ഉണ്ട്. പട്ടത്താണ് ഒരു 2 ഷോറൂം ഉള്ളത്. അതുപോലെ ഇപ്പൊ നമ്മളൊരു പുതിയ ഷോറൂം വരികയാണ് നമ്മുടെ UST ഗ്ലോബലിന്റെ അടുത്ത്, ടെക്നോ പാർക്കിന്റെ അടുത്ത്. അതുപോലെ കൊല്ലത്ത് നമ്മുടെ ഒരു ഇന്റീരിയർ സ്റ്റുഡിയോ ഉണ്ട്. ഇതൊരു 4 ബ്രാഞ്ചസ് ഇപ്പോൾ നമുക്ക് ഓൾറെഡി കേരളത്തിലുണ്ട്. ലുലുവിൽ നമ്മളൊരു ബ്രാൻഡിങ് ഉണ്ട്, ലുലു തിരുവനന്തപുരത്ത്. അറ്റ്ലസ് കിച്ചൺ ആൻഡ് ഇന്റീരിയേഴ്സ് കമ്പനിയുടെ പ്രൊഡക്ഷൻ ഹെഡായിട്ടുള്ള മനുവേട്ടിന് മുന്നേ ഞാനിപ്പോൾ ഉള്ളത്. മനുവേട്ട്, എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ ഈ ഒരു കിച്ചൺ, ഈ ഒരു പ്രോഡക്റ്റ് വലിയ രീതിയിൽ തന്നെ നമ്മുടെ കേരളത്തിന് പുറത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതും കൂടിയിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത്? നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടി, നമ്മുടെ കിച്ചൺ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ തന്നെയാണ് നമ്മുടെ അലുമിനിയം നമ്മൾ മോൾഡ് എടുക്കുന്നുണ്ട്. ഒരു കസ്റ്റമർ ഷോറൂമിലോട്ട് വരുന്നു, അവരുടെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. അവരുടെ കിച്ചൺ ഏതിൽ പോകണം, ഏതിൽ വെക്കണം, എങ്ങനെ ഭംഗി കൂട്ടണമെന്ന് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ അവർക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു കസ്റ്റമർ ചെയ്യുന്നില്ല, ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. തീർച്ചയായും കസ്റ്റമറുടെ താല്പര്യമാണ്. കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഡിസൈൻ മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഡ്രോയിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഡ്രോയിങ് നമുക്ക് ഫാക്ടറിയിലോട്ട് വരുന്നുണ്ട്. കമ്പനിയിൽ വന്ന ശേഷം നമ്മൾ വിശദമായിട്ടും ചെക്ക് ചെയ്യും. എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടോ, അത് കറക്റ്റ് കട്ടിംഗ് ലിസ്റ്റ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തിട്ട് അത് നേരെ കട്ടിംഗ് സെഷൻ, അതായത് ബോക്സാണ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോക്സിൻ്റെ കട്ട് ചെയ്യുന്ന ആ സെഷനിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഡോർ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഡോറിൻ്റെ സെഷനിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഇത് കട്ട് ചെയ്ത് വെക്കുന്ന ഈ സാധനം, ഈ മെറ്റീരിയൽ, ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ മെറ്റീരിയൽ നേരെ ടേബിളിലോട്ട് വരും. ഇതൊക്കെ കട്ടിംഗ് ഒക്കെ മെഷീൻ വെച്ചിട്ട് എല്ലാം ഇതെല്ലാം നമ്മൾ ഹാൻഡ് മെയ്ഡ് വന്നിട്ട് ഒന്നുമില്ല, എല്ലാം മെഷീനിൽ കട്ടിംഗ് ആണ്. മെഷീനിൽ കട്ട് ചെയ്ത് നമ്മൾ കറക്റ്റ് ജോയിന്റ് ഒക്കെ നന്നായിരിക്കും, നല്ല ഭംഗിയായി, ജോയിന്റ് ഒന്നും അറിയത്തില്ല, ആ രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിലുപയോഗിക്കുന്ന റിബേറ്റ് ആയാലും ശരി, അതിലുപയോഗിക്കുന്ന ഇന്നർ ആംഗിൾ ആയാലും ശരി, ഇതെല്ലാം അകത്ത് പ്ലാസ്റ്റിക്, കോർണർ പ്ലാസ്റ്റിക് നമുക്കില്ല. ഇതിനകത്ത് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മുടെ എല്ലാം അലുമിനിയം മെറ്റലാണ് ഉപയോഗിക്കുന്നത്. കംപ്ലീറ്റ് അലുമിനിയം മെറ്റലാണ്. എല്ലാം മെഷീനറിയുടെ നമ്മൾ ഒരു റിബേറ്റ് ചെയ്യുന്നവരെ നമ്മൾ ഹൈഡ്രോളിക്കിന്റെ ഗണ്ണിൽ വെച്ചാണ് റിബേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ട് ആദ്യം ടേബിളിലോട്ട് വരുന്നുണ്ട്. ടേബിളിൽ ഈ ബോക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ബോക്സ് എന്ന് പറയുമ്പോൾ, ഒരു കിച്ചൺ കബറിന്റെ ബോക്സ് എന്ന് പറയുമ്പോൾ അതിലൊരു ബോക്സ് ഉണ്ടായിരിക്കണം, അതിലൊരു ഷെൽഫ് ഉണ്ടായിരിക്കണം, അതിൽ ഡോർ ഉണ്ടായിരിക്കണം. ഇത് മൂന്ന് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ. മൂന്ന് സ്ഥലത്ത് അതായത് ഒരു ബോക്സ് ഉണ്ടാക്കേണ്ട ഒരു ടീമുണ്ട് നമുക്ക്, അവർ ബോക്സ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അവർ അത് അത്രയും ക്ലിയർ ആയിട്ട് അവർ ചെയ്യും. അത് കഴിഞ്ഞ് ഷെൽഫ് ഉണ്ടാക്കുന്ന ഒരു ടീമുണ്ടാവും നമ്മളതിൽ, അതും അവർ ആ ഷെൽഫ് മാത്രമേ ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഡോർ ഉണ്ടാക്കുന്ന ടീമുണ്ട് നമുക്ക്, അവർ ഈ ഡോർ മാത്രമേ ചെയ്യത്തുള്ളൂ. ബോക്സ് ടേബിളിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് നേരെ പഞ്ചിങ്ങിലോട്ട് പോകും. ആദ്യം പഞ്ച് ചെയ്ത് അതിൽ സ്ക്രൂ പോകുന്നതിനുള്ള ഹോൾ കണ്ടുന്നതിന് വേണ്ടി നമ്മൾ പഞ്ച് ചെയ്യുന്നത്, അത് മെഷീനറിയാണ് നമ്മുടെ, അത് മെഷീൻ തന്നെ യൂസ് ചെയ്യുന്നത്. ആ പഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ അതിലോട്ട് ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ഉപയോഗിച്ച് 4 കോർണറും നമ്മൾ നല്ലൊരു സെറ്റ് ചെയ്യും. ഫ്രെയിമും നമ്മൾ നല്ലൊരു ജോയിന്റ് ചെയ്യണം. കാര്യം ഇത് വാളിലും ഫിറ്റ് ചെയ്യുന്നതാണ്, ബേസിലും ഫിറ്റ് ചെയ്യുന്നതാണ്. ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഷേക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ആംഗിൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആംഗിൾ നമ്മൾ മെഷീനറി തന്നെയാണ് അത് ടൈറ്റ് ചെയ്യുന്നത്. ഫ്രെയിം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അലുമിനിയം കോമ്പസിന്റെ പാനൽ ഷീറ്റ് ഇട്ട് സൈഡെല്ലാം കവർ ചെയ്യുന്നു. ഇത് നല്ല സ്ട്രോങ് ആണ്. ഇത് സ്ട്രോങ്, ഇത് നമ്മൾ ഗ്യാരണ്ടി ഉള്ള സാധനമാണ്. കംപ്ലൈന്റ് ആവുകയോ പൊള്ളി പോകുകയോ ചതിലരിക്കുകയോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല. അത് കഴിഞ്ഞിട്ട് ആ ബോക്സായി ഫ്രെയിമായി ഷീറ്റായി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷെൽഫിന്റെ സെക്ഷൻ ഉണ്ട്. ഷെൽഫ് സെക്ഷൻ അതേ കാണുന്ന ചേച്ചി കണ്ടോ, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെൽഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒത്തിരി ലേഡീസ് ഉണ്ട് നമ്മുടെ കൂടെ, ഒത്തിരി ചേച്ചി നമ്മളവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഇതിൽ ചെയ്യുന്നത് ഷെൽഫ് ചെയ്യുക. അവരുപയോഗിക്കുന്ന ആംഗിൾ നോക്കിക്കോ, എന്തോടെ തിക്നെസ് ഉള്ള ആംഗിളാണ് നോക്കിക്കോളൂ അവർ ചെയ്യുന്നത്. അവർ ചെയ്യുന്ന ആംഗിൾ അത്രയും തിക്നെസ്സും ആംഗിളും അതിൽ റിബേറ്റ് ചെയ്താണ് പിടിപ്പിക്കുന്നത്. ഒരിക്കലും അത് ജോയിന്റ് വിട്ടുകൊടുക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് വെയിറ്റ് വെച്ചാലും അത് താങ്ങി നിൽക്കാനുള്ള ഒരു പവർ അതിനുണ്ടാവും. അതുകൊണ്ട് റിബേറ്റ് സിസ്റ്റം ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ നേരെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഡോറിൻ്റെ സെക്ഷനിലോട്ടാണ്. സാധാ ചെയ്യുന്ന പോലെ അല്ല ഡോർ ചെയ്യുന്നത്, നമുക്ക് നമ്മുടേതായിട്ടുള്ള മെറ്റീരിയലാണത്. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ആംഗിൾ, ഈ കാണുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇന്നർ ആംഗിൾ, അത് അലുമിനിയം തന്നെയാണ്. 2 സൈഡിലാണ്ട് കോർണർ പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇൻ കേസ് ഒരിക്കലും നമ്മൾ കൈയോ കാലോ തട്ടി മുറിയാതിരിക്കാൻ വേണ്ടി അതിൻ്റെ കോർണറിൽ നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്, കോർണർ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും സ്ക്രാച്ചോ ഒന്നും സംഭവിക്കുന്നില്ല. 3mm ഷീറ്റാണ് നമ്മൾ 2 സൈഡ് ഉപയോഗിക്കുന്നത്. HPL ഷീറ്റ് ആയാലും ശരി, ബാക്കിൽ ഉപയോഗിക്കുന്ന ACB ഷീറ്റ് ആയാലും ശരി, 4mm 3mm ഷീറ്റാണ്. ഇതിനിടയ്ക്ക് സെൻറ്ററിൽ വരുന്ന കുറച്ച് ഭാഗം ഉണ്ടാവും, ആ ഭാഗത്താണ് നമ്മൾ തെർമോക്കോൾ വയ്ക്കുന്നത്. അപ്പോൾ ഡോറിൻ്റെ വെയിറ്റ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഡോറിൻ്റെ ഈ 4 കോർണർ ഉപയോഗിക്കുന്ന ആംഗിൾ ആയാലും ശരി, അതും അലുമിനിയം തന്നെയാണ്, റിബേറ്റും അലുമിനിയം തന്നെയാണ്. പിന്നെ ഡോറിൻ്റെ സൈഡിൽ ഉപയോഗിക്കുന്ന ഈ ഗ്രൂവിനകത്ത് വരുന്നത് പറഞ്ഞാൽ ബ്രഷാണ്, ഡോർ ബ്രഷാണ്. ഡോർ എത്ര അലുമിനിയം ചേർന്ന് നിന്നാലും അതിനിടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് കാണാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ആ ഗ്യാപ്പ് പോലും നമ്മുടെ ഈ ഡോർ ബ്രഷ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. ഒരു ഉറുമ്പിനോ ഒന്നിനോ അകത്തോട്ട് ഒന്നിനും പറ്റത്തില്ല. ഇത് ഇതെല്ലാം കൂടിയിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതെ, ഇത് നേരെ ഈ സെഷൻ ഡോറിന്റെ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ടീമുണ്ട്, അങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ അവരതിൽ ഷെൽഫ് അടിക്കുന്നുണ്ട്. ഷെൽഫ് അടിച്ചിട്ട് അതിൽ ഡോർ അതിലോട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് വന്നു, ഈ ബോക്സ് വന്ന് ബോക്സിന്റെ ഉള്ളിലേക്ക് ഷെൽഫ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഷെൽഫ് ഡോറിൽ ഉപയോഗിക്കുന്ന ഹിഞ്ചസ് എന്ന് പറഞ്ഞാൽ 304 304 എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്.
അതിൽ തുരുമ്പെടുക്കുകയോ അതിലങ്ങനെ ആ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. നമ്മൾ നോട്ട് ഫോർ അല്ലാതെ മറ്റൊരു മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇവിടെ. ഓക്കെ അതുകൊണ്ടാണ് നമുക്കിവിടെ ആ ഒരു വിജയം എന്ന് പറയുന്നത്. കാര്യം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡാമേജ് ആകുക അങ്ങനെയൊന്നുമില്ല, നമുക്ക് അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. ഈ ബോക്സായി കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർക്ക് ആവശ്യമായ ആക്സറീസ്, ചിലപ്പോൾ അവർക്ക് ഡ്രോയർ വേണ്ടി വരും, ചിലപ്പോൾ അതിൽ പുൾ ഔട്ട് വേണ്ടി വരും. ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനും സെക്ഷനുണ്ട്, അത് ആ സെക്ഷനിലോട്ട് കൈമാറുന്നുണ്ട്. അവർ കസ്റ്റമർ ആവശ്യപ്പെട്ട ഡ്രോയർ ആക്സറീസ് ഏതാണോ, ബലം ബാസ്ക്കറ്റ് ആയിരിക്കാം, ചിലപ്പോൾ കട്ട്ലറി ആയിരിക്കാം, അത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കസ്റ്റമറുടെ ചോയ്സിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ ഉള്ളിൽ പിന്നെയും വർക്കുണ്ട് തീർച്ചയായിട്ടും. അത് എങ്ങനെ നമുക്കൊരു കസ്റ്റമർ നിങ്ങൾക്ക് ഒരു ഐഡിയ തരുന്നോ അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഇതിൽ വരണം. അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് നമുക്ക് ക്വാളിറ്റി ചെക്കറുണ്ട്. ഇത് ടെസ്റ്റ് ചെയ്യാനും ചെക്ക് ചെയ്യാനും ഇതെല്ലാം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് അതിനുള്ള ടീമുണ്ട്. അവരത് ചെക്ക് ചെയ്യും. അവർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് പുറത്തോട്ട് പോകത്തുള്ളൂ. ഇത് ലാസ്റ്റ് ഒരു ചെക്കിംഗ്, ഫൈനൽ ചെക്കിംഗ് ഉണ്ട്. ഫൈനൽ 3-4 സെക്ഷനിൽ ചെക്കിംഗ് പോയതിനു ശേഷം മാത്രമേ ലോഡ് ചെയ്ത് പുറത്ത് പോകത്തുള്ളൂ. ഇതുകൂടാതെ തന്നെ നമുക്ക് പുതിയൊരു പ്രൊഫൈൽ അലുമിനിയം വിത്ത് ഗ്ലാസ് പേസ്റ്റിംഗ്, അതായത് ഈ അലുമിനിയം പ്രൊഫൈലിൽ ഗ്ലാസ് പേസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം കസ്റ്റമർ ആഗ്രഹിക്കുന്ന കളർ, കസ്റ്റമർ 2500ഓളം കളർ ഷെയ്ഡ് നമ്മളിലുണ്ട്. 2500ഓളം ഷെയ്ഡ്? അതെ, 2500 ഷെയ്ഡ് നമ്മളിലുണ്ട്. കസ്റ്റമർ ഏത് കളറാണോ ആഗ്രഹിക്കുന്നത് ആ കളർ നമ്മളിവിടെ വന്ന് മിക്സ് ചെയ്ത് ആ കസ്റ്റമർ ഇഷ്ടപ്പെടുന്ന കിച്ചൻ്റെ അതേ ഡോർ കസ്റ്റമർ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അതേ ഭംഗിക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 15 ദിവസം കൊണ്ട് നമുക്കത് ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഒരു ഗ്ലാസ് കിച്ചൺ വർക്ക് എന്ന് പറയുന്നത് പുതിയൊരു ട്രെൻഡാണ്. ട്രെൻഡാണ്. അതെ, ഇതൊരു പുതിയ ട്രെൻഡാണ്. നല്ല ഭംഗിയുണ്ടല്ലേ? ഗ്ലാസ്സിലായി പെയിന്റ് ചെയ്യുന്നേ, ഗ്ലാസ്സിൽ പെയിന്റിംഗ് പ്രോസസ് നടക്കുന്നത്. അതുതന്നെ ഇറ്റാലിയൻ കമ്പനിയുടെ പെയിന്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെ, ഒരു തരത്തിലുള്ള മങ്ങലോ ഫെയ്ഡോ ഒന്നും ഉണ്ടാകും. ഗ്ലാസ് ഇൻസൈഡ് ആണ് ഈ ഗ്ലാസ്സിൽ പെയിന്റ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പ്രൊഫൈലിന്റെ പുറത്തൊന്നും 2 സൈഡിലും സ്ക്രൂവോ മറ്റോ കാര്യങ്ങളോ ഒന്നും പുറത്ത് കാണത്തില്ല. അതായത് സാൻഡ്വിച്ച് മോഡലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഭംഗി എപ്പോഴും പെർഫെക്ഷനോടെ ഭംഗി നമുക്കുണ്ടാവും. അറ്റ്ലസ് കിച്ചൺ ആൻഡ് ഇന്റീരിയേഴ്സ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ഷാജിദ മാഡത്തിന് മുന്നേ ഞാനിപ്പോൾ ഉള്ളത്. മാഡം, ഞാനിവിടെ വരാൻ കാരണം ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നിങ്ങളിവിടെ അലൂമിനിയത്തിന്റെ ഈ കിച്ചൺ വർക്കുകളൊക്കെ ചെയ്തിട്ട് നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കമ്പനി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? അതേപോലെ തന്നെ കമ്പനിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ 1999 അജ്മാനിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതിനുശേഷമാണ് ഞങ്ങളിപ്പോൾ കേരളത്തിൽ വന്നിട്ട് ആ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് 13 വർഷത്തോളമായി. ഒരു കസ്റ്റമറിന് എന്താണോ ആവശ്യം അതനുസരിച്ച് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പോൾ കസ്റ്റമൈസ്ഡായിട്ടാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുള്ളത്. അപ്പോൾ ഞങ്ങളുടെ തന്നെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് കിച്ചണിൽ നിന്നായിരിക്കുമല്ലോ. അപ്പോൾ ആ കിച്ചണിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്താണ് നമ്മൾ കിച്ചൺ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമൈസ്ഡായിട്ട് നമ്മൾ എല്ലാവർക്കും അത് ചെയ്തു കൊടുക്കാറുണ്ട്. ഇവരാണ് ഞങ്ങളുടെ അഡ്രസ്സിൻ്റെ ബലം. ഞങ്ങളൊരു ഫാമിലി പോലെയാണ് സഹകരിച്ച് പോകുന്നത്. ഇവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും ഞങ്ങൾ സഹകരിക്കാറുണ്ട്, ഞങ്ങൾക്കൊരു ആവശ്യം വന്നാലും ഇവർ അതുപോലെ സഹകരിക്കാറുണ്ട്. ഞങ്ങളുടെ ബലം എന്ന് പറയുന്നത് ഇവർ തന്നെയാണ്. ഒരു കൂട്ടായ്മയായിട്ടാണ് നിങ്ങൾ ഈ ഒരു കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അതേപോലെ എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ത്രീകളായിട്ടുള്ള നിങ്ങളെ കൂടെയുള്ള ആളുകൾ, ഇവർക്ക് പഠിച്ചത് ശേഷമാണോ ഈ ഒരു വർക്കൊക്കെ പഠിച്ചിട്ടാണ് ഇവിടെ വന്നത്, അല്ലെങ്കിൽ ഇവിടെ വന്ന് പഠിച്ച ആൾക്കാർ? ഇവിടെ വന്ന് പഠിച്ചതാണ്. ഇവരെല്ലാം ഇപ്പം നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതേ മനുവായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം എത്ര ഭംഗിയായിട്ടാണ് ഇവർ ഓരോ വർക്കോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ സംസാരിക്കാനും കേൾവി കുറവുള്ള ആളുകളുമുണ്ട്. അവരെ ഞങ്ങൾ മാറ്റി നിർത്തുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ കൂടെ? തീർച്ചയായിട്ടും ഉണ്ട്. അവരൊന്നും മാറ്റി നിർത്താതെ ഞങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തി തന്നെയാണ് കൊണ്ടുപോകുന്നത്. എത്രയാണ് അറ്റ്ലസ് കിച്ചൺ ആൻഡ് ഇന്റീരിയേഴ്സ് കമ്പനിയുടെ വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് കാഴ്ച? അടിപൊളി അല്ലേ? നമ്മുടെ വീടുകൾക്ക് ആവശ്യമുള്ള എല്ലാ രീതിയിലുള്ള ഇന്റീരിയർ വർക്കുകളും അറ്റ്ലസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്ന പോലെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ഉണ്ട്. നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം. കൂടുതലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് ചോദിച്ചറിയാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.